നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളുടെ പാട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു ഗാനമാണ്. സർവശക്തനായ അയ്യപ്പൻ്റെ ആ തിരുസന്നിധിയിലാണ് ഇവിടെ കുമരകത്തെ ശാസ്താംകാവ് അമ്പലത്തിൻ്റെ വാതിക്കലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഭഗവാനെക്കുറിച്ച് എഴുതിയ ഒരു പാട്ടാണ് ഇന്ന് പാടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ അമ്പലത്തിലെ കുമരകത്തെ ആദ്യത്തെ ക്ഷേത്രം തൊട്ടപ്പുറത്ത് കാണുന്ന മുരുകൻ്റെ ക്ഷേത്രമാണ് കുമരകത്തെ ആദ്യത്തെ ക്ഷേത്രം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണിത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് അതിനു മുമ്പ് ഒരാളെ പരിചയപ്പെടാം. ഇത് സംഗീതം ചെയ്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ചരിത്രത്തിൽ കുമരകം എന്ന പ്രദേശം തെക്കുംകൂർ രാജവംശത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ വടക്കൻകൂറിന്റെ ഭാഗമായിരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വേമ്പനാട്ട് കായലിൽ കൂടി വള്ളത്തിൽ യാത്ര ചെയ്ത് പോയ രാജാവ് വിശ്രമിക്കാൻ വേണ്ടി വേമ്പനാട് കായലിലുള്ള ഒരു പ്രദേശത്ത് വന്നിരിക്കുകയാണ് ഉണ്ടായത്. ആ പ്രദേശം പൂർണ്ണമായും കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രദേശത്ത് ഒരു ക്ഷേത്രം പണി കഴിക്കാൻ രാജാവ് തീരുമാനിക്കുകയും ശ്രീകുമാരൻ്റെ പ്രതിഷ്ഠയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ആ ക്ഷേത്രത്തിൽ പൂജകൾക്കായി വടക്കൻ മലബാറിൽ നിന്നും ആളുകളെ കൊണ്ടുവരികയുണ്ടായി. ആ ക്ഷേത്രവും അതിന് അനുബന്ധിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിനും പല പ്രദേശത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആളുകൾ വന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമായി കാലങ്ങളോളം എടുത്ത് വികസിക്കപ്പെട്ടു വന്നതിൻ്റെ ഫലമായാണ് ഇന്ന് കുമരകം എന്ന ഗ്രാമം ഉണ്ടായതും. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നും തുടങ്ങിയ മാനവീയ സംസ്കൃതിയാണ് കുമരകം എന്ന ഗ്രാമം. അങ്ങനെ കുമരകം ഉണ്ടാകാൻ കാരണമായ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുമാകട്ടെ സർവശക്തനായ ധർമ്മശാസ്താവിൻ്റെ ഈ ഗാനം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കലാകാരൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. SN ബാബു എന്ന നമ്മളെ ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടാ, ഈ പാട്ട് എഴുതാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നി. നമ്മളിപ്പം ചെറുപ്പം മുതൽ ഓരോന്നെല്ലാം കുത്തിക്കുറുക്കി ഇത് ചെയ്യിക്കണം. അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കും. പിന്നെ സമയം കിട്ടും, നമുക്കൊരു മൂഡ് തോന്നുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുതെ പകർത്തുക മാത്രമല്ല, ഇത് വളരെ മനോഹരമായിട്ടൊരു ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അത്ഭുതം. അതൊന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ചേട്ടൻ എന്താ ചെയ്യുന്നത്? കെട്ടിടം പണി, പിന്നെ കൺസ്ട്രക്ഷൻ മേഖല, കെട്ടിടം പണി അങ്ങനെ ഉള്ള പരിപാടി. അപ്പം നമുക്ക് ഈ മനോഹരമായ പാട്ടിലേക്ക് പോവാം. ശരണം എന്നും ചരണം, തരണം എന്നും ശരണം. മലയാളമാകെയാവരണം എന്നും മണികണ്ഠസ്വാമി ശരണം. മണികണ്ഠസ്വാമി ശരണം. ശരണം എന്നും ചരണം, തരണം എന്നും ചരണം. ഭൂതനാദനണയുമ്പോളി ഭൂമി മലയാളമുണരുന്നു. ഭൂതനാദനണയുമ്പോളി ഭൂമി മലയാളമുണരുന്നു. വൃശ്ചികപ്പൂക്കൾ തൻ വ്രതശുദ്ധിയോടെ ശരണമന്ത്രങ്ങൾ ഉയരുന്നു. മഞ്ഞിൻ വൽക്കലമണിയുന്നു. ശരണം എന്നും ചരണം, തരണം എന്നും ശരണം. മഞ്ഞും മലയും മണികണ്ഠനും മാമലനാടിൻ മൊഴിയായി. മഞ്ഞും മലയും മണികണ്ഠനും മാമലനാടിൻ മൊഴിയായി. മൗനമുണർന്ന മലയിലെങ്ങും മണിവർണ്ണ ദീപപ്രഭയായി.
പ്രഭയായി മനമൊരു പൂങ്കാവനമായി. ശരണം എന്നും ശരണം, തരണം എന്നും ശരണം. മലയാളമാകെ ആവരണം എന്നും മണികണ്ഠ സ്വാമി ശരണം, മണികണ്ഠ സ്വാമി ശരണം.